മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്രകാരമാണ് ദൈവാനുഗ്രഹം നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മൾ കണ്ടു, ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന് അത്യുന്നതമായ സ്ഥാനം നൽകുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു, നമ്മുടെ സഹനങ്ങളിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് താഴ്മയോടെ സമർപ്പിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത്, ദൈവസന്നിധിയിൽ ഒരു ശാഠ്യം പിടിക്കുന്ന കുഞ്ഞു കുട്ടിയെ പോലെ ആയിരിക്കുക എന്നുള്ളതാണ്. നാലാമതായിട്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്, ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമ്മളുടെ ജീവിതത്തിൽ വചനാധിഷ്ഠിത ജീവിതം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഞാനാകുന്ന വിശ്വാസി എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ വചനം? പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ഈ ഭൂമിയെ സ്നേഹിച്ചു, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ആ പിതാവിൻ്റെ ഏകജാതനായ പുത്രനാണ് ഈ വചനം. ഉദ്ഭവ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും, അനാദി മുതലേ വിദ്യമാനായിരുന്ന ഈ വചനത്തിലൂടെയാണ് ദൈവം ഈ സൃഷ്ടിയെ സൃഷ്ടിക്കുന്നത്. സർവചരാചരങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് തൻ്റെ ഏകമാത്ര വചനത്തിലൂടെയാണ്. ഉൽപ്പത്തി പുസ്തകം അധ്യായം 1 വചനത്തിൽ നാം കാണുന്നുണ്ട്, ദൈവം അരുളി ചെയ്തു, അപ്രകാരം ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു. മിശിഹായിൽ പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, സങ്കീർത്തനങ്ങൾ 33:9 തിരുവചന പ്രകാരം പറയുന്നു, അവിടുന്ന് അരുളി ചെയ്തു, ലോകമുണ്ടായി, അവിടുന്ന് കൽപ്പിച്ചു, അത് സുസ്ഥാപിതമായി. കാലം മുതലേ ദൈവത്തോടു കൂടി ആയിരുന്ന ഈ വചനമാണ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിക്കുവാനായിട്ട് കടന്നു വന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതി പരിശുദ്ധ സുവിശേഷം അധ്യായം 1:1-2 വചനങ്ങൾ ഇപ്രകാരം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടി ആയിരുന്നു. ദൈവസന്നിധിയിലായിരുന്ന, ദൈവത്തോടു കൂടി ആയിരുന്ന വചനം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു എന്നാണ് വിശുദ്ധ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം അധ്യായം 1:14 വചന പ്രകാരം പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. മിശിഹായിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പുത്രനോട് ചേർന്ന് നിൽക്കുവാനായിട്ടാണ് ഇന്ന് നാം ഏവരും ധ്യാനിക്കുന്നത്. അനാദികാലം മുതലേ ഉണ്ടായിരുന്ന ആ വചനത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് അനുഗ്രഹപ്രാപ്തിക്കായിട്ട് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുക. എന്താണ് ഈ ദൈവവചനം? എപ്രകാരമാണ് ഈ ദൈവവചനം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകേണ്ടത്? ദൈവവചനത്തിൻ്റെ അർത്ഥം എന്താണ്? എബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 4:12 വചനം ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എന്നാണ് എബ്രായർ ലേഖനത്തിൽ നാം വായിക്കുന്നത്. അപ്രകാരമുള്ള വചനത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതം ജീവിക്കുവാനായിട്ടാണ് ഇന്നിൻ്റെ നിറവിൽ ഞാനെന്ന വ്യക്തി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ജോഷുവ പ്രവാചകന്റെ പുസ്തകം അധ്യായം 1:8 വചന പ്രകാരം പറയുന്നു, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരങ്ങളിൽ ഉണ്ടാവണം, അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം, അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം
വരിക്കുകയും ചെയ്യും. എപ്പോഴും നമ്മളുടെ എല്ലാവരുടെയും അധരങ്ങളിലും ഹൃദയത്തിലും വചനമായ ക്രിസ്തു വസിക്കട്ടെ. ദിവ്യകാരുണ്യത്തിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന ഈശോയുടെ ആ വലിയ സാന്നിധ്യം അനുദിന ജീവിത സാഹചര്യങ്ങളെല്ലാം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ദൈവസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തോടു കൂടിയായിരുന്ന വചനമായ ഈശോയെ, അങ്ങേ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് അങ്ങേക്ക് അനുസൃതമായ ഒരു ജീവിതം നയിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി ഇന്നിൻ്റെ നിറവിൽ എന്നെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് എന്നെയും എൻ്റെ പ്രവർത്തന മേഖലകളെയും എൻ്റെ ഈ കൊച്ചു കുടുംബത്തെയും എൻ്റെ മക്കളെയും സഹോദരി സഹോദരന്മാരെയും ഞാനായിരിക്കുന്ന പ്രവർത്തന മേഖലകളെയും ഒക്കെ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ വിചാരങ്ങളെയും ചിന്തകളെയും കർത്താവെ അങ്ങാൽ നയിക്കപ്പെടുവാനുള്ള കൃപയേകി എന്നെ അനുഗ്രഹിക്കണമേ. വചനാധിഷ്ഠിതമായ ഒരു ജീവിതം, അതായത് ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനുള്ള കൃപയേകി നാഥ എന്നെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.